ഡൽഹി ബ്ലാസ്റ്റിന് ശേഷം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വലിയ ഒരു തിരിച്ചടി പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്ലാമാബാദ് നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹി ബ്ലാസ്റ്റിന് ശേഷം സമാനമായിട്ടുള്ളൊരു ബ്ലാസ്റ്റ് ഇസ്ലാമാബാദിലുണ്ടായെന്ന് പറയുമ്പോൾ ഇസ്ലാമാബാദ് അങ്ങനെ പെട്ടെന്നൊന്നും ബ്ലാസ്റ്റ് ഉണ്ടാകാത്ത സ്ഥലമാണ്. ഖൈബർ പഖ്തൂൺ അല്ലെങ്കിൽ ബലോചിസ്ഥാൻ അല്ലെങ്കിൽ പാക് അധീന കശ്മീർ പോലെ വലിയ സംഘർഷമൊന്നും നടക്കുന്ന ഒരു സ്ഥലമല്ല, പാകിസ്ഥാൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ കിടുങ്ങി. ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറഞ്ഞ് ഖവാജ ആസിഫ് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം ഇത് താലിബാനെ കൊണ്ട് ഇന്ത്യ ചെയ്യിച്ചതാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. ഇപ്പോഴിതാ താലിബാനെ വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഖവാജ ആസിഫ്. ഒരു ദയയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. ചൊവ്വാഴ്ച പാകിസ്ഥാനിൽ 2 പ്രധാന ചാവേർ, അതായത് ഫിദായീൻ ആക്രമണങ്ങളാണ് നടന്നത്. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ആദ്യ ആക്രമണം തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിലും രണ്ടാമത്തേത് ഖൈബർ പഖ്തൂൺഖയിലെ വാനയിലുള്ള ആർമി കേഡറ്റ് കോളേജിലുമാണ് നടന്നത്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉച്ചസ്ഥായിലെത്തി. പാകിസ്ഥാൻ സൈന്യത്തിന് ഇനി അഫ്ഗാനിസ്ഥാനിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാനും തീവ്രവാദികളെ ആക്രമിക്കാനും കഴിയുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന് മറുപടി കൊടുക്കാനായി താലിബാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. താലിബാൻ നേരത്തെ തന്നെ യുദ്ധത്തിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി വച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏത് നിമിഷവും താലിബാൻ തയ്യാറാണ് പാകിസ്ഥാനിലേക്ക് കയറി അടിക്കാൻ എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ താലിബാനെ പരസ്യമായി വെല്ലുവിളിച്ച് പണി ഇരന്നു വാങ്ങാനായി ഒരുങ്ങുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ഡൽഹി ബ്ലാസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു തെളിവും തന്നെ ഇല്ല. അതായത് വെറും ഒരു ആരോപണം മാത്രമായി ഇത് അവശേഷിക്കുകയാണ്. അതായത് ഈ ഇസ്ലാമാബാദിൽ താലിബാനെ കൊണ്ട് ആക്രമണം നടത്തിച്ചത് ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ്റെ ആരോപണം വെറും ആരോപണം മാത്രമായി തന്നെ ഒരു തെളിവും അവശേഷിക്കാതെ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.